പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തെയും അന്താരാഷ്ട്ര നയതന്ത്ര സമവാക്യങ്ങളെയും പാടെ മാറ്റിമറിക്കാൻ പോന്ന പുതിയ US-ഇറാൻ ചർച്ചകൾ ഇസ്രയേൽ ഭരണകൂടത്തിൽ കടുത്ത ആശങ്കയും നെഞ്ചെടുപ്പും ഉണ്ടാക്കുകയാണ്. ഇറാനുമായി രൂപപ്പെട്ടുവരുന്ന പുതിയ നയതന്ത്ര കരാർ ഇസ്രയേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രയേൽ പ്രതിരോധ സേനയും വിലയിരുത്തുന്നത്. ദീർഘകാലത്തെ ശത്രുതയ്ക്ക് വിരാമമിട്ടുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നത് തങ്ങളുടെ തന്ത്രപരമായ മുൻഗണനകളെ തകിടം മറിക്കുമെന്ന് ഇസ്രയേൽ ഔദ്യോഗികമായി തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിലവിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഈ ഉഭയകക്ഷി ധാരണകൾ ഇറാന്റെ ഏറ്റവും വിനാശകരമായ ആയുധശേഷികളെ സ്പർശിക്കുന്നില്ല എന്നതാണ് ഇസ്രയേലിനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്നത്. ഇറാന്റെ മാരകമായ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമുകളെ നിയന്ത്രിക്കാനോ അവയ്ക്ക് തടയിടാനോ പുതിയ കരാറിലെ വ്യവസ്ഥകൾക്ക് സാധിക്കില്ലെന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ വാദിക്കുന്നു. മിസൈൽ ശേഷിക്ക് പുറമെ പശ്ചിമേഷ്യയിലുടനീളമുള്ള ഇറാന്റെ നിഴൽ സൈന്യങ്ങളെ നിലയ്ക്കു നിർത്താൻ ഈ പുതിയ കരാറിന് കഴിയില്ലെന്ന ആശങ്കയും ശക്തമാണ്. ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ, സിറിയയിലെയും ഇറാഖിലെയും വിവിധ സായുധ ഗ്രൂപ്പുകൾ എന്നിവർക്ക് ഇറാൻ നൽകുന്ന സാമ്പത്തിക സൈനിക സഹായങ്ങൾ തടയാൻ തക്കവണ്ണമുള്ള ശക്തമായ നിബന്ധനകൾ കരാറിലില്ല. മേഖലയിലെ മേധാവിത്വം സ്ഥാപിക്കാനുള്ള ഇറാന്റെ ദീർഘകാല തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്ക് പുതിയ US നയങ്ങൾ കൂടുതൽ കരുത്തു പകരുമെന്ന് നെതന്യാഹു ഗവൺമെന്റ് ഭയപ്പെടുന്നു. ഈ കരാറിലൂടെ ഇറാൻ അന്താരാഷ്ട്ര സമൂഹത്തിൽ കൂടുതൽ അക്സെപ്റ്റബിലിറ്റി നേടുമെന്നും അത് പരോക്ഷമായി ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തുമെന്നും അവർ കരുതുന്നുണ്ട്. ഈ കരാർ യാഥാർത്ഥ്യമായാൽ ലെബനനിലും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും ഇസ്രയേൽ സൈന്യത്തിന് നിലവിലുള്ള സ്വതന്ത്രമായ സൈനിക ഇടപെടലുകൾ നടത്താനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നതാണ് നെതന്യാഹുവിനെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാക്കുന്നത്. തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഭീകര കേന്ദ്രങ്ങളെ അതിർത്തി കടന്ന് ആക്രമിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശത്തിനു മേൽ ഈ കരാർ കനത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നേക്കാം. എന്നാൽ അമേരിക്കന്റെ ഭാഗത്തു നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു പ്രതികരണമാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇറാനുമായുള്ള ചർച്ചകൾ വളരെ പോസിറ്റീവായ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അവകാശപ്പെടുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ നീണ്ടു നിൽക്കുന്ന ഒരു സമാധാനം ഉറപ്പാക്കാൻ ഇത്തരമൊരു നയതന്ത്ര നീക്കം അത്യാവശ്യമാണെന്ന നിലപാടിലാണ് വൈറ്റ് ഹൌസ്. വാർത്തകൾ ശുഭസൂചനകൾ നൽകുന്നുണ്ടെങ്കിലും ഈ കരാർ അന്തിമ രൂപത്തിൽ എത്തുന്നതിന് മുൻപിൽ ഇപ്പോഴും വലിയ തർക്ക വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇറാന്റെ ആണവ നിലയങ്ങളിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് എത്രത്തോളം പരിശോധനാ സ്വാതന്ത്ര്യം നൽകുമെന്ന കാര്യത്തിൽ ഇരുപക്ഷവും ഇപ്പോഴും കടുത്ത ഭിന്നതയിലാണ്. യുറേനിയം സമ്പുഷ്ടീകരണത്തിന് മേൽ കൊണ്ടുവരേണ്ട കടുത്ത നിയന്ത്രണങ്ങളാണ് ചർച്ചകളിൽ ഉയർന്നു വരുന്ന മറ്റൊരു പ്രധാന തടസ്സം. ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ അളവിലേക്ക് യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കുമ്പോൾ തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കുള്ള അവകാശത്തെ തടയാൻ കഴിയില്ലെന്നാണ് ഇറാന്റെ വാദം. ഇവയ്ക്കെല്ലാം പുറമെ ലെബനനിലെ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ ചട്ടക്കൂടുകളിൽ അവർക്ക് എന്ത് തരത്തിലുള്ള പങ്കാളിത്തം നൽകുമെന്നതും വലിയൊരു തർക്ക വിഷയമാണ്. ഹിസ്ബുള്ളയെ പൂർണ്ണമായി നിഷ്പ്രഭമാക്കാതെയുള്ള ഒരു കരാറിനും ഇസ്രയേൽ സമ്മതിക്കില്ല. എന്നാൽ ലെബനനിലെ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ ഹിസ്ബുള്ളയുടെ പങ്ക് പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ഒരു വെടിനിർത്തൽ സാധ്യമാകില്ലെന്നാണ് ഇറാനും അമേരിക്കയിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരും കരുതുന്നത്. അമേരിക്കയുടെ ഈ പുതിയ നീക്കം ഇസ്രയേലിനുള്ളിൽ തന്നെ വലിയ രാഷ്ട്രീയ വടംവലികൾക്ക് കാരണമായിട്ടുണ്ട്. ട്രംപുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന നെതന്യാഹുവിന് അദ്ദേഹത്തിന്റെ തന്നെ ഭരണകൂടത്തിൽ നിന്ന് ഇത്തരമൊരു തിരിച്ചടി പ്രതീക്ഷിച്ചതല്ല. ഇത് നെതന്യാഹുവിന്റെ ആഭ്യന്തര രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് കനത്ത മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം ഈ വിഷയം ഗവൺമെന്റിന്റെ നയതന്ത്ര പരാജയമായി ചിത്രീകരിച്ച് രംഗത്തെത്തി കഴിഞ്ഞു. ഇസ്രയേൽ സൈനിക നേതൃത്വമായ IDF പുതിയ സാഹചര്യങ്ങളെ നേരിടാൻ തങ്ങളുടെ പ്രതിരോധ തന്ത്രങ്ങൾ പുനഃക്രമീകരിക്കാനുള്ള ആലോചനയിലാണ്. അമേരിക്കയുടെ പിന്തുണ കുറയുന്ന സാഹചര്യമുണ്ടായാൽ സ്വന്തം നിലയ്ക്ക് ഇറാനെതിരെ എന്ത് തരം സൈനിക നീക്കങ്ങളാണ് നടത്തേണ്ടതെന്ന പ്ലാൻ ബി അവർ തയ്യാറാക്കുന്നുണ്ട്. വ്യോമസേനയെയും രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിനെയും അതീവ ജാഗ്രതയിലാണ് നിലനിർത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ മറ്റ് അറബ് രാജ്യങ്ങളും വളരെ ഉത്കണ്ഠയോടെയാണ് ഈ US-ഇറാൻ ചർച്ചകളെ വീക്ഷിക്കുന്നത്. ഇറാനുമായി പ്രാദേശികമായ മത്സരമുള്ള സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ നിലപാടുകൾ പരസ്യമാക്കിയിട്ടില്ലെങ്കിലും അമേരിക്കയുടെ ഈ പെട്ടെന്നുള്ള മാറ്റം അവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്.
മേഖലയിൽ ഒരു പുതിയ ശക്തി സന്തുലനം രൂപപ്പെടാൻ ഈ ചർച്ചകൾ കാരണമായേക്കും. അമേരിക്കൻ കോൺഗ്രസിലും ഈ ചർച്ചകൾ വലിയ സംവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ സുരക്ഷയെ അപകടത്തിലാക്കിക്കൊണ്ടുള്ള ഒരു കരാറിനും അനുമതി നൽകില്ലെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെയും ഡെമോക്രാറ്റിക് പാർട്ടിയിലെയും ഒരു വിഭാഗം എംപിമാർ വ്യക്തമാക്കുന്നു. ഇസ്രയേലി ലോബി വൈറ്റ് ഹൌസിന് മേൽ കടുത്ത സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. ഈ പുതിയ US-ഇറാൻ ചർച്ചകൾ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ അപ്രമാദിത്വത്തിന്റെ സ്വഭാവം മാറുന്നതിന്റെ സൂചനയാണ്. ഇസ്രയേലിന്റെ താൽപര്യങ്ങൾക്കൊപ്പം സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ താൽപര്യങ്ങൾക്കും അമേരിക്ക മുൻഗണന നൽകുന്നു എന്ന യാഥാർത്ഥ്യം നെതന്യാഹുവിന് അംഗീകരിക്കേണ്ടി വരും. വരും ദിവസങ്ങളിൽ ഈ നയതന്ത്ര ചർച്ചകളിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റവും ലോകരാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്.